ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. എല്ലാവർക്കും കേക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ? ഇന്ന് നമുക്ക് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാൽ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 150 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് കേക്കിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ബേക്കിംഗ് പൗഡറും മൈദയും നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാം. മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുട്ടയുടെ സൈസ് ഡബിൾ ആവുന്ന അത്രയും ടൈം നമ്മൾ ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അത്രയും നേരം നമ്മളത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിയുമ്പം മുട്ടയുടെ കളറ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആവും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എഗ്ഗിൻ്റെ കളറ് ലൈറ്റ് യെല്ലോ ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി മിക്സിംഗ് ബൗളിലേക്ക് 75 ഗ്രാം ബട്ടർ എടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതല്ല എങ്കിൽ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരത്തില്ല. ഇനി നമുക്ക് ഈ ബട്ടറിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടുന്നത്. പഞ്ചസാര അല്പാൽപമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം കുറച്ച് പഞ്ചസാര ബട്ടറിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് മിക്സ് ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള കുറച്ച് പഞ്ചസാര ചേർക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഞ്ചസാര മുഴുവനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗാണ് ചേർത്ത് കൊടുക്കേണ്ടുന്നത്. ഇപ്പോൾ എഗ്ഗ് മുഴുവനും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. എഗ്ഗ് ചേർത്ത് കഴിഞ്ഞാൽ സ്പാറ്റുല വെച്ച് ഫോൾഡ് ചെയ്യുകയാണ് നല്ലത്. പിന്നെ ബ്ലെൻഡർ ഉപയോഗിക്കുന്നത് കേക്ക് ഹാർഡ് ആവാൻ കാരണമാകും. അപ്പം നമുക്കിതൊരു സ്പാറ്റുല വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് മൈദയാണ്. ഇനി നമുക്ക് മൈദ ഈ മിക്സിലോട്ട് ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. മൈദ അല്പാൽപമായിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യമേ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മൈദ നന്നായി ഫോൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് മൈദ ചേർക്കാം. ഇങ്ങനെ നമ്മുടെ മൈദ മുഴുവനും നന്നായി ഫോൾഡ് ചെയ്തെടുത്തു. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അടുത്തതായി നമ്മുടെ കപ്പ് കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിൾ ജാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 75 ഗ്രാം പൈനാപ്പിൾ ജാമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പൈനാപ്പിൾ ജാം നല്ല തിക്കായിട്ടുള്ള പൈനാപ്പിൾ ജാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാം. പൈനാപ്പിൾ ജാം ചേർത്തതിന് ശേഷം നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ കപ്പ് കേക്കിനുള്ള നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ കപ്പ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ കപ്പ് കേക്ക് ലൈനറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പുകളിലോട്ട് ബാറ്റർ ഒഴിക്കുമ്പോൾ കപ്പിൻ്റെ പകുതി വരെ മാത്രമേ ബാറ്റർ ഒഴിക്കാവുള്ളൂ. എല്ലാ കപ്പുകളിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കപ്പ് കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എമ്മി കപ്പ് കേക്ക് തയ്യാറായി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പൈനാപ്പിൾ കപ്പ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.